2 മണിയായിട്ടുണ്ട് എന്തായാലും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. പെയിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരിക്കുകയാണ്. ഭയങ്കര കഠിനമായ പെയിനായിട്ടില്ല. ഹലോ, എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് വെളുപ്പിൽ 2 മണിയായപ്പോൾ 2 മണിയൊക്കെ ആയിട്ടില്ല അല്ലേ? 2 മണിയായിട്ടുണ്ട് എന്തായാലും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. അതെ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണപ്പോൾ വിളിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞ് ഇപ്പം ചെറുതായിട്ട് എന്താണ് എനിക്ക് ബ്ലീഡിങ് പോലെ സ്റ്റാർട്ട് ചെയ്ത്. അത് മ്യൂക്കസ് പ്ലഗ് ആണോ എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഈ ടൈമിലൊന്നും മനസ്സിലാവണില്ല. അപ്പം അവരെന്തായാലും ചെല്ലാൻ പറഞ്ഞു. ഞാനിപ്പോൾ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പം ചെല്ലാൻ പറഞ്ഞു. എനിക്കിപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല ഇപ്പം നിലവിൽ. ചെറുതായിട്ട് പോലെ ഉണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞതല്ലേ? അതെ. അപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പോയാണ്. അങ്ങനെ ഞാൻ ആദ്യം അത്ര ടെൻഷനിലല്ലായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാവരും ടെൻഷൻ കണ്ടപ്പോൾ എനിക്ക് അതിലും വലിയ ടെൻഷനാവണം. എന്നാലും ഓക്കെ. താഴേക്ക് തകൃതിയായിട്ട് കാര്യം നടക്കുന്നുണ്ട്. കടക്കരയിൽ വരുന്നുണ്ട്. എല്ലായിടത്തും ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനിങ്ങനെ കണ്ണനെ വിളിച്ചപ്പോൾ ഓക്കെ വിളിക്കാം, എല്ലാവരും വിളിക്കാം സമാധാനത്തിലിരുന്നപ്പോഴേക്കും വേഗം പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യണോ. എനിക്ക് ആദ്യം മ്യൂക്കസ് പ്ലഗ് ആണെങ്കിൽ നമ്മൾ ഇത്തിരി നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതിയല്ല, പെയിൻ സ്റ്റാർട്ട് ആകുമ്പോഴേക്കും. അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷേ അതിങ്ങനെ നമ്മുടെ ലേബർ ആവണതിന് മുന്നേ നമുക്കൊരു ഡിസ്ചാർജ് പോലെയൊക്കെ പോകണതാണ്. പക്ഷെ ഇത് ഇച്ചിരി റെഡാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് ഇപ്പം തന്നെ എന്തായാലും പോകാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ റെഡി ആകട്ടെ. കാണുമ്പോഴാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം, വേറെ കുഴപ്പമില്ലാണ്ടിരിക്കാനായിട്ട്. നമ്മളിപ്പോൾ എന്തായാലും നമുക്കൊന്ന് നമുക്ക് ഓൾറെഡി ചെക്കപ്പ് ഉള്ള ഡേറ്റ് ആയിരുന്നു അപ്പം എന്തായാലും അതിന് വേണ്ടി നമ്മൾ രാവിലെ തന്നെ പോകാനൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പം എത്ര വെളുപ്പിന് 2 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ പോകണമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം നമുക്ക് നേരെ നമുക്ക് പോകാം അല്ലേ? റെഡിയാവാൻ നോക്കട്ടെ. ബാക്കി വിശേഷം നമുക്ക് പുറകെ ഇടാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി വന്നത് ഇവിടെ ഓൾ സെറ്റാണ്. ഇവിടെ അച്ഛൻ്റെ അമ്മയൊക്കെ എല്ലാവരും പാറി കിടക്കിയിരുന്നു ഇവിടെ. അതൊക്കെ ഇവിടെ ഉണ്ടാവാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണർന്ന് ഇനിയിപ്പോൾ തന്നെ അമ്മ എത്തും, എല്ലാവരും എത്തും ഇപ്പം തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണേന്. ഞാനപ്പോൾ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. എനിക്ക് രാവിലെ തന്നെ എല്ലാവരും റെഡിയാണ്. അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പോവേണ അപ്പൊ അവള് വരണ്ടേ? വെളുപ്പിനൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ. ഉറക്കപ്പിച്ചാണ്. അപ്പൊ ഓക്കെ, വരട്ടെ. വെൽക്കം. ഗൈസ്, ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയാണ്. രാവിലെ പല ഇരുട്ട്, നേരം പോലെ ഡോക്ടർമാർ ഞെട്ടി. പുറത്ത് ആൾക്കാരെ കണ്ടിട്ട് ജാതകം ഇത്ര ആൾക്കാരാണ്. ഞാൻ ചോദിച്ചു ഇവരെ അകത്തേക്ക് ആരെങ്കിലും കയറ്റുമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇവർ ഇത്രയും പേരെ കണ്ടിട്ടായിരിക്കും ഇപ്പം തന്നെ കയറ്റാന്ന് 6 മണിക്ക് കയറ്റാന്ന് പറഞ്ഞത് ഡോക്ടർ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുപ്പിന് കയറ്റാന്ന് രാവിലെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു PV ചെയ്ത്, അപ്പോൾ ഡയലേഷൻ എന്ന് പറയുന്നത് 1 ഫിംഗർ ആയിട്ടുള്ളൂ, അത്രയ്ക്ക് ആയിട്ടില്ല. പിന്നെ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പെയിൻ വരട്ടെ എന്നാണ് പറഞ്ഞത്. എന്തായാലും വൈകിട്ട് ഒരു മെഡിസിൻ തരുള്ളൂ. പെയിൻ നോക്കിയിട്ട് പെയിൻ വരുമല്ലോ നോക്കിയിട്ട് ഡോക്ടർ അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ. അപ്പം എന്നോട് ഇപ്പം ഇതെല്ലാം ഊരാൻ പറഞ്ഞ്. മൂക്കുത്തി ഊരാൻ പറ്റില്ല, അത് ഊരാൻ പറ്റണില്ല. അപ്പോൾ കൺസെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് മുറിച്ച് തരും. ഇതൊന്നും ഊര നോക്കണം കേട്ടോ. പാസര് വരണം. ഇതൊക്കെ ശരിക്കും ഊരി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഈ രാത്രി വരണ നമുക്കറിയില്ലല്ലോ. പിന്നെ മരുന്ന് എടുത്തില്ല. മരുന്ന് പിന്നെ
കുഴപ്പമില്ല, നാളെ രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ എത്തിക്കോളും. അപ്പോൾ മതിനി, ഞാൻ രാത്രിയിലത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരിക്കുകയാണ്. ഭയങ്കര കഠിനമായ പെയിനായിട്ടില്ല. അപ്പോൾ ഇവർ മെഡിസിനൊക്കെ നേരത്തെ പറഞ്ഞാന്നാവും, ഇവിടെ PV ഇപ്പം ചെയ്ത്. അപ്പോൾ മെഡിസിനൊക്കെ ഇനി വയ്ക്കണതിന് സമയമുണ്ട്, അവർ വൈകുന്നേരം വയ്ക്കുള്ളൂ. അപ്പം അത്ര നേരം ഞാനിവിടെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ കയറിയതാണ്, ഞാൻ പിന്നെ കയറിയതാണ്. പിന്നെയും 6 മണിയാകുമ്പോൾ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ എവിടെ ഇങ്ങനെ ഇത്ര സെറ്റപ്പ് ഇങ്ങനെ റൂമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കുന്നു. TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കിടന്ന് പിന്നെ എനിക്ക് അങ്ങനെ കിടന്നിട്ടും തോന്നണം. അപ്പം ഞാൻ ഇങ്ങോട്ട് എഴുന്നിട്ട് നടന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. പുറത്തെല്ലാവരും ഉണ്ട്. അതെ, പുറത്തേക്ക് നോക്കി ഇത്ര ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. അതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് വിളിച്ച് പോണെങ്കിൽ പൊക്കോന്ന് പറഞ്ഞ കാര്യം എന്തായാലും ഇപ്പം ആവൂല. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നാൽ മതിയല്ല സമാധാനത്തിന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം കണ്ണാണെങ്കിലും ഫ്രഷ് ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ അകത്ത് വേറെ ഇങ്ങടേക്ക് മാറ്റൂലേ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ അപ്പം ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ എന്തായിന്നാവോന്നൊക്കെ അതെ ഇപ്പം കാണിച്ചൊക്കെ തരുന്നത്. ഇപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്ത്, പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം കിട്ടണില്ല സംസാരിക്കാനായിട്ടാരും. അപ്പം എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെയാണ്. എന്നാലും ഇപ്പം വേറെ പെയിൻ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവരെന്താ പറയണേ നോക്കാം ഇനി നോത്തിട്ടാണ്. അതെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഭക്ഷണം വന്നു അല്ലേ? എനിക്ക് മാത്രം അധികം ഉണ്ടപ്പോൾ കണ്ണൂർ കഴിച്ചോന്നുകൊണ്ട് വേണ്ട. രാവിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പം എന്തായാലും ആ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡും വന്ന് ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒറ്റക്കായിരിക്കും തോന്നണത്. ഇത്ര നേരമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു. പുറത്താക്കിയില്ല, കുറച്ച് നേരം നിൽക്കണത്. അപ്പോൾ അവർ പറഞ്ഞ് ഇറങ്ങാൻ ഞാൻ റീലൊക്കെ എടുത്ത് അല്ലേ? അത് റീലൊക്കെ എടുത്ത് പിന്നെ എന്നുണ്ടെങ്കിൽ ഇതറിഞ്ഞതെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്കും കൂടെ എടുത്തുണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എന്തോ വയ്യാത്ത ആളെപ്പോലെ ഇരിക്കണേ. പെയിനിടക്കിടക്ക് വന്നുമ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായതാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു, ആവശ്യം വരുന്ന ആ സമയത്ത് അത്രപ്പാട് നോടാൻ നിൽക്കരുതട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. കേട്ടില്ല, ബാഗിലുണ്ട് അവിടെ ഇരിക്കട്ടെ. പക്ഷേ അത് എനിക്കൊന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അത് എൻ്റെ ക്ലിപ്പൊക്കെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ബൈ സ്റ്റാൻഡർ വരുമ്പോൾ കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞു. എൻ്റെ മുടിയൊക്കെ കണ്ട ലിപ്സ്റ്റിക്ക് എന്തായാലും തുടച്ചളയൂല. എന്തായാലും ഞാൻ കുളിച്ചില്ലേ? ന്യായങ്ങൾ പറയാനോ, ന്യായങ്ങൾ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ ഇങ്ങനെ വന്നും പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വരുമ്പോൾ ഞാനൊന്ന് ഡൗൺ ആവും എന്നുള്ളൂ. വരട്ടെ അല്ലാതെ നേരത്തെ ആക്റ്റീവാണ്. അപ്പോൾ വേഗം പെയിനൊക്കെ വന്ന് വേഗം നമ്മുടെ ബേബി വരട്ടെ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിച്ചു തീർക്കാൻ നോക്ക്. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇടാട്ടാ. അതെ, വീഡിയോ പോരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓക്കെ. ഹലോ, അപ്പം ഞങ്ങൾ ലേബർ റൂമിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയതാ അല്ലേ? അതെ, പുറത്തേക്ക് ഇറക്കിയവർ. ഇനിയിപ്പോൾ നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്കും പോയാൽ മതി. ഇത്തിരി കുറവായിരുന്നു അല്ലേ? അന്നേരത്തുള്ളൊരു പെയിൻ കുറഞ്ഞ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ വരാം. അതെ, പിന്നെയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പെയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്ടർ എന്ന് വെച്ചാൽ ഏറ്റവും പീക്കിൽ എത്തിച്ചിട്ട് അല്ലേ? അതായത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള പെയിൻ അല്ലല്ലോ വന്നത്, ഇത് നോർമലായിട്ട് വന്നതല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്കിപ്പോൾ മരുന്നൊന്നും വെച്ച് പെയിൻ വരുത്തണ്ട, നോർമലി തന്നെ വരുമോ പെയിൻ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പം എന്തായാലും വൈകിട്ടാകുമ്പോഴേക്കും ഇനി ഒരു PVയും കൂടെ ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞേക്കണം. അതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അല്ലാണ്ട് നമ്മളിപ്പോൾ മരുന്ന് വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നാകും. അപ്പോൾ ഇപ്പം നോർമലി വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 7 ഡേ ആയിട്ടുള്ളൂ. ഇനി കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വേണമെങ്കിലും ആയാലും. അപ്പം 38 ആയില്ലല്ലോ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഓക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു പെയിൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞേക്കണത് ഇന്ന് നമുക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ ഒരു PV ഉണ്ടാകുമായിരിക്കും മിക്കവാറും. എന്നാലും അപ്പം മരുന്ന് വയ്ക്കാൻ വഴിയില്ലെന്ന് തോന്നണം. അങ്ങനെ ഇരിക്കണം. പിന്നെയെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ്. ഒരുപാട് ഇങ്ങനെ
എക്സസൈസ് ഒന്നും ചെയ്യില്ല. അത്യാവശ്യം എക്സസൈസ് ചെയ്യണുണ്ടായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ബേബിയുടെ ഹെഡ് അത്രയും താഴ്ന്നു വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ സിസേറിയനിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് നമ്മൾ നോർമലി ആയിട്ട് ഞാൻ അത്യാവശ്യം എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. അപ്പം ഇപ്പം നോർമലായിട്ട് നടക്കുക അങ്ങനത്തെ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ, അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യണില്ല. അപ്പം അങ്ങോട്ടങ്ങളൊക്കെ ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് ഇപ്പം. അപ്പം എല്ലാവരും ഉണ്ട് അവിടെ, അകത്ത് എല്ലാവരും ഉണ്ട്. എല്ലാവരും കാണിച്ചു തരാം. നേരത്തെ എല്ലാവരും കാണിക്കാൻ പറ്റിയില്ല അല്ലേ? എല്ലാവരും കാണിച്ചു തരാം. പിന്നെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് കഴിഞ്ഞ് നിർത്തും. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഉള്ള വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ആരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. നമ്മള് എന്തായാലും പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു അഡ്മിറ്റ് ആവലായിരുന്നു ഇന്നത്തെ ഒരു അഡ്മിറ്റ് ആവല്. ഇന്ന് ജസ്റ്റ് ഡോക്ടർ ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെളുപ്പിനെ തന്നെ പോരേണ്ടി വന്ന്. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ടെൻഷനൊക്കെ അന്നേരത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും ഓക്കെയാണ്. ഇത് നടക്കുമ്പോൾ നടക്കട്ടെ. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ മാറട്ടെ പറയുന്നത്, പക്ഷെ പെയിൻ വരട്ടെ എന്നാണ് ഇതാക്കണത്. അപ്പോൾ അന്നേരത്തെ ഒരു പെയിൻ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ഇനി അങ്ങനെ നമുക്ക് കണ്ടപ്പോഴേക്കൊരു അങ്ങനെ ഒരു ബ്ലീഡിങ് കണ്ടപ്പോൾ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അതപ്പോൾ തന്നെ പോകുന്നത്. പിന്നെ ലേബർ പെയിൻ തന്നെയാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ അത്രയും കട്ടിയായിട്ട് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. പിന്നെ അതിൻ്റെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാനവിടെ നിന്ന് പോസ്റ്റായി അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഞാൻ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡ് വിട്ട് ഓക്കെയല്ല. പിന്നെ ഇപ്പം ഇവരെല്ലാവരെയും കാണുമ്പോഴേക്കും നമുക്ക് ചെറിയ പെയിനൊക്കെ വരുമ്പോഴും ഓക്കെയാണ്. അപ്പോഴും ഞാൻ നടക്കുക എന്നുള്ളൊരു എനർജിയൊക്കെ വന്നു എനിക്ക്. അപ്പം അങ്ങനെയാണ് സംഭവം. അതെ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം. പിന്നെ എന്നെ കാണാനായിട്ട് മറ്റേ കുട്ടി ബൊമ്മ പോലെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ മുടി വഴിച്ചിട്ട് അവിടെ ചെന്നപ്പോഴേക്കും വേഗം തന്നെ ഇതൊക്കെ കെട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഇപ്പം തന്നെ ഉണ്ടാവാൻ പോയിടുന്നൊക്കെ ഓർത്ത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇടണം ചോദിച്ചോ പറഞ്ഞ് ഇതൊക്കെ ഇടണം, ഇതൊക്കെ ഇവിടുത്തെ റൂളാണെന്ന് പറഞ്ഞു. അതെ, നമുക്ക് റൂളിൽ അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഞങ്ങൾ നൈസായിട്ട് നടക്കാൻ ഇറങ്ങിയിരിക്കണല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. എല്ലാവരും ഒരേ ഏരിയ ഞങ്ങൾ കവർ ചെയ്ത് എടുത്തല്ലേ. ഷൂ എന്ന് പറയുമ്പോൾ എല്ലാവരും പുറകെ ഓടും. ഇവിടെ രണ്ടുപേരും ഇരിക്കേണ്ടത് ഇവിടെ. ഇവിടെ സുധു കൂടി കണ്ടിട്ട് ഇവിടെ. പിന്നെ അച്ഛനുണ്ട്, അച്ഛനങ്ങനെ നടക്കാൻ പോയി തോന്നല്ലേ. പിന്നെ ഓരോരുത്തർ പോയിട്ട് വന്നു പോയി അങ്ങനെ അമ്പലത്തിൽ പോണപ്പോ അവനോട് പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പോ എന്താ രണ്ട് വാക്ക് തീർക്കുന്നു. എല്ലാവരും ഇരുന്നിരുന്നിരുന്നിരുന്ന് മതിയായി. വെളുപ്പിനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ ഇതിനടുത്തുള്ള വീഡിയോസ് എന്ന് വെച്ചാൽ ഇനി സന്ധ്യ ഇപ്പോൾ പോയി കഴിയുമ്പോൾ ബാക്കി നമുക്ക് കാണിക്കാല്ലേ. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി വേറെ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും. എപ്പോൾ വരുമെന്ന് പറഞ്ഞൂടെ. നമുക്ക് പിന്നെ കാണാം അടുത്ത വീഡിയോ.